നമസ്കാരം. വിന്റർ ഹെവൻ്റെ പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് രാജേഷിനെ മർദ്ദിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജേഷും അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തും ചിതറയിലെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ഇവരെ വളരെ സ്നേഹത്തോടെ അനുനയത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്തെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ തലയൊട്ടിയിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി എന്നാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മറ്റു മുറിവുകളും ചതവുകളും പറ്റിയിട്ടുണ്ട് എങ്കിലും തലയൊട്ടി പൊട്ടിയ നിലയിലായതാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാരിപ്പള്ളിയിൽ വച്ചാണ് ഈ യുവാവിനെ ഇവർ അതിക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് കേസ് ഫയൽ പാരിപ്പള്ളി പോലീസിന് കൈമാറുമെന്നാണ് അറിയിക്കുന്നത്. ഈ വിവരം അറിഞ്ഞതോടെ പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കൾ എല്ലാം ഒളിവിൽ പോയിരിക്കുകയാണ്. ഇനി മറ്റൊരു മുൻകൂർ ജാമ്യവുമായി മുങ്ങിയവരെല്ലാം പൊങ്ങുവാനാണ് താൽക്കാലികമായി ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. മൃഗീയവും നിന്ദ്യവുമായ നീചപ്രവൃത്തികൾ രണ്ടുപേരുടെ ജീവിതം തകർക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രവണത ഈ സമൂഹത്തിൽ കണ്ടുവരികയാണ്. ആരുടെയും ശാരീരികമായ ഉപദ്രവത്തിന് യാതൊരുവിധ നിയമങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഒരു വിനയായി തീരും എന്നുള്ളതുകൊണ്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും ദയവായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാതിരിക്കുക. ജീവിക്കുന്നവർ ജീവിക്കട്ടെ, സ്വസ്ഥമായി മുന്നോട്ട് പോകുന്നവർ പൊയ്ക്കോട്ടെ. ആരെയും ശല്യപ്പെടുത്താതെ, നിയമം കയ്യിലെടുക്കാതെ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്ന് മാത്രം. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും 24 മണിക്കൂറിനകം അവ വ്യക്തവും സജ്ജവുമായി ആ കേസ് തെളിയിക്കുന്ന കേരള പോലീസിൻ്റെ നന്മയെ, കഴിവിനെ ഈ സമയം ഞാൻ പ്രശംസിക്കാൻ ഉപയോഗിക്കുകയാണ്. ലോക പോലീസുകളിൽ ഏറ്റവും മിടുക്കരായ പോലീസുകൾ എന്നറിയപ്പെടുന്ന കേരള പോലീസിന് ഇതുപോലുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതോടൊപ്പം കുറ്റവാളികളെ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ കാണിക്കുന്ന മനോധൈര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ ഇനി ഏതൊരു മനുഷ്യനും കുറ്റം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിയമത്തിൻ്റെ വലയത്തിനുള്ളിലാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് വിന്റർ ഹെവന് വേണ്ടി CB ശരവണൻ. നന്ദി.